ക്രിസ്തീയ മതത്തിന് യഥാർത്ഥത്തിൽ ഈ പെസഹയുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് യഹൂദന്മാരുടെ മാത്രം ഒരു ഉത്സവമാണ്. കാരണം BC 1445 430 വർഷക്കാലം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കടന്ന അബ്രഹാമിന്റെ സന്തതി അല്ലെങ്കിൽ യാക്കോബിന്റെ സന്തതികൾ 430 വർഷം അടിമകളായിട്ട് ഫറവോന്റെ അടിമകളായിട്ട് കടന്നു. ആ അടിമത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാനായിട്ട് മോശെ മുഖാന്തരം അവരെ അവിടുന്ന് വീണ്ടെടുക്കാൻ നേരം ആ വീണ്ടെടുപ്പ് ദിവസം രാത്രികാലം ആ കുഞ്ഞാടിന്റെ രക്തം അവരെടുത്തിട്ട് കട്ടളമേലും കുറുമ്പടിമേലും തേച്ചു. കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും തേച്ചു. ആ രാത്രികാലം കുഞ്ഞാട്ടിന്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലുമുള്ള ഒരു ഭവനത്തിലും മരണദൂതൻ വന്നില്ല. ദൈവം അവരോട് പറഞ്ഞു, രാത്രികാലം നിങ്ങൾ പുറത്തിറങ്ങരുത്. ഈ കട്ടളമേലും ഈ കുറുമ്പടിമേലും രക്തമില്ലാത്ത എല്ലാ വീടുകളിലും മരണമുണ്ടാകുമെന്ന് അറിയിച്ചത് വഴി ഫറവോന്റെ ആദ്യജാതൻ മുതൽ അവരുടെ തിരികല്ലിൽ മാവ് ഒടിക്കുന്നവന്റെ ആദ്യജാതൻ വരെ ആ രാത്രികാലം സംഹാര ദൂതന്റെ കരങ്ങളിൽ മരിച്ചു വീഴുമ്പോൾ, കടിഞ്ഞൂലുകളെല്ലാം നശിച്ചു പോകുമ്പോൾ ആ രക്തം ഹേതുവായിട്ട് ഇസ്രായേൽ ജനമോ ആർപ്പോടും സന്തോഷത്തോടും കൂടെ ഉത്സവത്തോടു കൂടെ അവരുടെ വീണ്ടെടുപ്പിന്റെ യാത്ര ആരംഭിക്കുകയായിരുന്നു. ഇതാണ് പെസഹ. എന്നിട്ട് ദൈവം മോശ മുഖാന്തരം പറഞ്ഞിരുന്നു, നിങ്ങൾ നിങ്ങളുടെ കാനാൻ ദേശത്ത് വാഗ്ദത്ത ദേശത്ത് എത്തിയതിനു ശേഷം എല്ലാ വർഷവും കൃത്യസമയത്ത് പെസഹ ആചരിക്കണം. നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, നമ്മളെ മിസ്രൈമിന്റെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം കുഞ്ഞാടിന്റെ രക്തം മുഖാന്തരമായിട്ട് വീണ്ടെടുക്കപ്പെട്ട മഹാസംഭവത്തെ അവർക്ക് വിവരിച്ചു കൊടുക്കണം. ഞാനല്ലാതെ ഒരു ദൈവമില്ല. ആ സർവശക്തിയുള്ളവർ കർത്താവ് ഫറവോന്റെ മേൽ കർത്തൃത്വം ചെയ്യുകയും നിങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത മഹാസന്തോഷത്തെ തലമുറയായിട്ട് നിങ്ങളോട് വിവരിച്ചു കൊടുക്കണം. അവർ കാനാൻ ദേശത്ത് വന്ന അന്ന് മുതൽ അവരെല്ലാ വർഷവും ആ കൃത്യസമയത്ത് പെസഹ ആചരിച്ചു വന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് യഹൂദന്മാരുടെ വീണ്ടെടുപ്പിന്റെ ഉത്സവമാണ്. ക്രിസ്തീയ മതത്തിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ ബൈബിൾ വായിക്കാറില്ല, സത്യത്തെ അന്വേഷിക്കാറുമില്ല. എന്നാൽ നോക്കവിന് ആ പെസഹ ദിവസമാണ് യേശുക്രിസ്തുവിനെ അവർ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വർഷാന്തരം തോറുമുള്ള ആ പെസഹ ദിവസമാണ് യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതെ, അവൻ ഗെത്സമന തോട്ടത്തിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും യൂദ ഇസ്കര്യോത്ത് 30 വെള്ളിക്കാശിന് പുരോഹിതന്മാർക്ക് അവനെ ഒറ്റുകൊടുത്തവന് ആ റോമൻ പടയാളികളെ ചേർത്തുകൊണ്ട് അവൻ തീവട്ടി പന്തങ്ങളും ഒക്കെയുമായിട്ട് ചേർന്ന് വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പെസഹ ദിവസമാണ് തെരഞ്ഞെടുത്തത്. എന്താണ് ഈ പെസഹ ദിവസം തെരഞ്ഞെടുത്തതെന്നറിയാമോ? യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിനും 1445 വർഷങ്ങൾക്ക് മുമ്പ് ആ ഈജിപ്തിൽ നിന്ന് അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട്, ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം യേശുക്രിസ്തുവിനെ അവർ ക്രൂശിപ്പാനും അറപ്പാനായിട്ടും ദൈവം തെരഞ്ഞെടുത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? BC 1445 അവരറുത്ത ഊനമില്ലാത്ത പെസഹ കുഞ്ഞാട് യഥാർത്ഥമായിട്ടും യേശുക്രിസ്തുവായിരുന്നു. ഞാൻ എന്താണ് പറഞ്ഞത്? ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്.